ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ വിനീതും ഗംഗയും കൂടി തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. അവർ കടൽ തീരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗംഗ ഇങ്ങനെ വിനീതിനെ കുറിച്ചിട്ടൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ ആരും കാണില്ല, വിനീതിനെയും സലീമിക്കേനെയും ബേബി ചേട്ടനെ ആരും കാണുന്നില്ല. അപ്പം അങ്ങനെ ഇവർ എവിടെ പോയി എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിനീതും സലീമയ്ക്കും കൂടി ഒരു കണ്ണടയും ഒരു കണ്ണടയും ബലൂണും അങ്ങനത്തെ പമ്പരവും ഒക്കെ വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ ഇവൾക്കത് ആദ്യം കണ്ടപ്പോൾ ഇവൾ ചിരി വരും. എന്നാലും വിനീത് വന്നിട്ട് പറയും, ഗംഗ ഈ കണ്ണട കണ്ടോ, ഈ കണ്ണടയ്ക്ക് 950 രൂപയായി, ഇവിടെ ഭയങ്കര ലാഭമാണ്, 1000 രൂപയ്ക്ക് കടക്കാരൻ പറഞ്ഞ സാധനമാണ്, അത് ഞാൻ 50 രൂപ കുറച്ച് 950 രൂപയ്ക്ക് വാങ്ങി, നല്ല ലാഭമാണ് ഇത്. അപ്പോൾ ഗംഗ പറഞ്ഞു, 950 രൂപയോ, ഇതിന് നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണിത്, ഇതിനിങ്ങനെ 950 രൂപയാവുക, നിങ്ങളവർ പറ്റിച്ചതാണ്. അപ്പോൾ വിനീത് സലീമിക്കും പറയുന്നത് ഈ ഗംഗയ്ക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ടാണ്, ഇത് നല്ല ലാഭമാണ്, 950 രൂപ നല്ല ലാഭമാണ്, അയാളുടെ കടയിൽ ഒറിജിനൽ സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് വാങ്ങിയത്, ഗംഗയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ടാണ്, പിന്നെ കണ്ണട എന്ന് പോലും ഇതിനെ വിളിക്കാൻ പാടില്ല, ഇതിന് ഗ്ലാസ് എന്ന് വേണം വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ പാവം അതിനറിയില്ലല്ലോ, അങ്ങനെ പറഞ്ഞ് സന്തോഷത്തിൽ പോവുകയാണ്. പിന്നെ ഈ കടലിലോട്ട് കാല് നനയ്ക്കാൻ വേണ്ടി ഗംഗ ഇറങ്ങി നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ വിനീത് വന്ന് പിടിച്ചിട്ട് പറയും, എത്ര പേരാണ് ഈ കടലിൽ ഒരു ദിവസം മരിക്കുന്നതെന്ന് അറിയാമോ, കാല് കഴുകാൻ പോകുന്നവരും കുളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ എത്ര പേരാണ് മരിക്കുന്നത്, നീ ഇവിടുന്ന് മാറുക എന്ന് പറഞ്ഞിട്ട് ഗംഗയെ വിനീത് വിളിച്ചു കൊണ്ടുവരണം. ആ സമയത്ത് ഗംഗ പറയണ, വിനീതേട്ട ബേബി ചേട്ടൻ ആ കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ബേബി ചേട്ടനെ കാണുന്നില്ല, ബേബി ചേട്ടൻ എന്തൊരു അപകടം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വിനീത് പറയുകയും അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ, പുള്ളി എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. അല്ല വിനീതേട്ടാ, ഞാൻ കണ്ടതാണ് ബേബി ചേട്ടൻ അവിടെ നിൽക്കുന്നത്, ബേബി ചേട്ടൻ എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഇവർ ലൈഫ് ഗാർഡ്സിനെയൊക്കെ വിവരം പറഞ്ഞ് ലൈഫ് ഗാർഡ്സൊക്കെ ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ അതിൽ ഒരാൾ ചോദിക്കും, നിങ്ങളുടെ എത്ര ആരെയാണ് മിസ്സായിട്ടുള്ളത് എന്ന് ചോദിക്കും. അപ്പം ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആളെയാണ് കാണാണ്ടി ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിനീതിനാണെങ്കിൽ വളരെ വിഷമം, കാരണം വിനീത് പറയും, ഞാൻ വിളിച്ചിട്ടല്ലേ ബേബി ചേട്ടൻ നമ്മളുടെ കൂടെ വന്നത്, ഇനി ഇവിടെ നിന്ന് ബേബി ചേട്ടനില്ലാതെ പോയി കഴിഞ്ഞാൽ നാട്ടുകാരോട് ഞാൻ എന്ത് പറയും, എനിക്ക് ആലോചിക്കാനേ വയ്യ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് വിനീത്. അപ്പം നമ്മുടെ ബേബി ചേട്ടത് നടന്നു വരണു, പുള്ളി നല്ല മദ്യപിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ മദ്യപിച്ചിട്ട് വരുമ്പോൾ വിനീതിനെയും സലീമിക്കേനെയും വന്ന് വിളിക്കും. അങ്ങനെ രണ്ടുപേർക്കും നല്ല ദേഷ്യം വരും. വിനീതും സലീമിക്കയും കുറേ വഴക്ക് പറയും ബേബി ചേട്ടനെ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ കള്ളുകൂടി നിർത്തിയെന്ന്, എന്നിട്ട് നിങ്ങൾ വീണ്ടും കള്ളു കുടിക്കാൻ പോയോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. അപ്പോൾ ഇവരുടെ വഴക്ക് കേട്ടിട്ട് അവിടെ നിന്ന ആൾക്കാരൊക്കെ അവിടേക്ക് ഓടി വരും, ലൈഫ് ഗാർഡ്സും കടൽ തീരത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ. എന്നിട്ട് അവരും കുറേ ചീത്ത പറയും. എന്നിട്ട് അവർ പറയും, ഈ ലൈഫ് ഗാർഡ്സ്, അപ്പോൾ ചീത്ത പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വിനീതും ഗംഗയൊക്കെ തിരിച്ചു പോരുകയാണ് കടൽ തീരത്തുനിന്ന്. അപ്പോൾ ലൈഫ് ഗാർഡും അവിടെയുള്ള ആൾക്കാരൊക്കെ പറയും, ഇത് ഏതോ ഒരു വനമൂട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു, ആ പെണ്ണ് എങ്ങനെയാണോ ഇവരുടെ കൂടെ പെട്ടത് എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നരേൻ്റെ അടുത്ത് നരേൻ്റെ മുത്തശ്ശി വരുന്നതാണ്. എന്നിട്ട് നരേൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, മുത്തശ്ശൻ എന്നോടൊരു കാര്യം പറഞ്ഞ് വിട്ടതാണ്, ശിവരാജനെ തിരിച്ചു വിളിക്കണമെന്ന് പറയാനാണ് മുത്തശ്ശൻ എന്നെ നിൻ്റെ അടുത്തേക്ക് അയച്ചത്, എനിക്ക് മനസ്സിലായി, മുത്തശ്ശനെ കൊല്ലാൻ ശ്രമിച്ചതിലാണ് നീ ഇങ്ങനെ കിടന്ന് ശിവരാജനെ അടിച്ച് പുറത്താക്കിയതൊക്കെ എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാവോളെ, ഇപ്പോൾ ശിവരാജനെ ഇവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഗായത്രിയുടെ ഭർത്താവിനെ മാത്രമല്ല ഗായത്രിയുടെ കുഞ്ഞിൻ്റെ അച്ഛനെയും കൂടിയാണ് നഷ്ടപ്പെടുക എന്ന് പറയും. അപ്പോൾ നരേൻ ഇങ്ങനെ നോക്കും അത്ഭുതത്തോടു കൂടിയിട്ട്. അപ്പോൾ മുത്തശ്ശി പറയും, ഗായത്രിക്ക് ഗർഭിണിയാണ്, കുറേ വർഷത്തെ ട്രീറ്റ്മെൻറ്റിനും പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം അവൾ ഗർഭിണിയായിരിക്കുകയാണ്, അതിന് ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്, അപ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, അതുകൊണ്ട് നമുക്കവനെ തിരിച്ചു വിളിക്കാം. പിന്നെ എന്താണ്, ഈ സ്വത്തിനാണ് സ്വത്തുകളോടാണ് അവന് താല്പര്യം, നിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും നഷ്ടത്തിന് മുന്നിൽ ഈ സ്വത്തുക്കളൊന്നുമല്ല, പിന്നെ എനിക്ക് ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ ഭർത്താവാണ്, അദ്ദേഹത്തെ നഷ്ടപ്പെടാനും എനിക്ക് പറ്റില്ല, അതുപോലെ തന്നെ ഗായത്രിയുടെ ജീവിതവും നമ്മൾ നോക്കണം, അതുകൊണ്ട്
നമുക്ക് ശിവരാജനെ തിരിച്ച് വിളിക്കാമെന്ന് മുത്തശ്ശി നരയനെ കൺവിൻസ് ചെയ്യാണ്. അപ്പോൾ നരയൻ വളരെ വിഷമത്തോടു കൂടി പറയും, മുത്തശ്ശി എല്ലാം ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ഇനി മേലാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു രോമത്തിലെങ്കിലും ഒരു തരി മണ്ണ് വീണാൽ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നീ അയാളെ തിരിച്ച് വിളിക്കുന്നവർ അയാളോട് അതുകൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ച് വിളിക്കാനെന്ന് പറയും. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഗംഗയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞ് ഭക്ഷണത്തിനൊക്കെ ഓർഡർ ചെയ്യും, ശ്രമിക്കും. അപ്പോൾ അപ്പോഴാണ് ഇവർ മെനു നോക്കുന്നത്. അപ്പോൾ മെനുവിന് എല്ലാ സാധനങ്ങൾക്കും 1000 രൂപയുടെ മീതമുണ്ട്. അപ്പോൾ വിനീതിൻ്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല, ആകെ 500 രൂപ എന്തോട്ടേ ഉള്ളൂ. അപ്പോൾ വിനീത് പറയും, സലീമക്ക് നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല. അപ്പോൾ സലീമക്ക് പറയും, ഞാനൊരു നമ്പർ ഇറക്കാം, നീ വിഷമിക്കേണ്ട, ഞാനൊരു നമ്പർ ഇറക്കാം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറയുകയാണ് സലീമയ്ക്ക് വിനീതിനോട്. അങ്ങനെ ആ ഒരു ആശ്വാസത്തിൽ ഇരിക്കുകയാണ് വിനീത്. ഇത്രയുമാണ് ഈ പുഴയും കടന്നതിലെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. കൂടുതൽ നേരത്തെ സീരിയലിൻ്റെ വിശേഷങ്ങളും പ്രൊമോ ഡീറ്റെയിൽസും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.